അർദ്ധരാത്രിയുടെ ആ കാറ് പൊക്കോണ്ടേയിരുന്നു. ഒരു വളവ് തിരിഞ്ഞതും അയ്യോ കാത്തിരുന്ന മതി. നീ വാലടച്ചിരുന്ന് ഉറങ്ങാൻ നോക്ക്. ഇനി വന്ന വരാന്തയിൽ എങ്ങനെ കിടന്നോട്ടെ. പ്രായമായ മനുഷ്യനല്ലേ. അങ്ങനെ വലിയ സിമ്പതിയും തോന്നേണ്ട കാര്യമില്ല. ഈ തന്ത ആയുഷ്കാലം നന്നാവും പോണില്ല. അടിച്ച വഴിയെ പോയില്ലേ, പോയ വഴി അടിക്കണം. തന്ത ആയാലും ശരി, മോനായാലും ശരി. ദീപാ സ്വയം വാലോർന്നു. രാത്രിയല്ലേ സാറേ, എന്തെങ്കിലും കൊടുത്താ? രാത്രി എന്താ റോഡിന് നീളം കൂടുവോ? സാറിന് 10 രൂപ കൊടുക്കുള്ളൂ. മീറ്ററിന് മേലെ എന്തെങ്കിലും കൂടെ താ സാറേ. അതിനൊരു ചവിട്ടേരാം. എഴുതണം പോടാ. 3 വീലായപ്പോ ഗവാണ്ടില്ലേ? അപ്പൊ 4 വീലായിരുന്നെങ്കിൽ ഇവൻ ആരായിരുന്നേന്? വീണു ആരെ പിടിച്ച കയ്യെന്ന് വിടറാ. ആരും എന്നെ പിടിക്കണ്ട. അച്ഛൻ ഇഷ്ടമാണോ മക്കൾക്ക് ഇഷ്ടമാവില്ല, മക്കൾക്ക് ഇഷ്ടമാവണോ അച്ഛൻ ഇഷ്ടമാവില്ല. എന്താ ചെയ്യുക? തലയിലെടുത്ത് തലമുടി പഠിച്ചാ പോവോ? വലിയ വേദാന്തം പറഞ്ഞ എന്നെ സോപ്പിടല്ലേ. സോപ്പ് ഇട്ടിട്ടുള്ള തന്തയ്ക്ക് ഉറക്കാത്തവനൊക്കെ എന്നെ കുഴിയിലാക്കിയിട്ടേ ഉള്ളൂ. അച്ഛൻ മുന്നോട്ട് വന്നേ. വിടറാ. എത്ര മദ്യപിച്ചാലും തമ്പി കണ്ടുള്ളൂ വിടില്ല. നോക്കിക്കോ. റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ആണ്ട പട്ടാളം വീണു. പൊക്ക് പൊക്ക്. ഓ വാളടിച്ച് എന്നെ കൊണ്ട് വയ്യ. ബിക്സിട്ട് തിളപ്പിച്ച വെള്ളവാ. എഴുന്നേറ്റ് മൂടി പോച്ച നാവിയുണ്ടേ. എന്നെ ആരും ചികിത്സിക്കണ്ട. സാറിനെ അല്ല, സാറിന്റെ പനിയെ ചികിത്സിക്കാനാ. എണീക്ക്. ഒന്ന് എണീക്കാൻ. ബ്രാൻഡി എല്ലാം കൂടെ വലിച്ചു കയറ്റിട്ട് ബാക്കിയുള്ളവരുടെ പാടെ. ഇങ്ങോട്ട് തിരിഞ്ഞേ. നോക്കി പേടിപ്പിക്കുന്നു വേണ്ട. ശബ്ദിച്ച് മുറി മുഴുവൻ വൃത്തിയേടാക്കിയത് കഴുകി തുടച്ച് കിടന്നപ്പോഴേ നേരം വെളുക്കാറായി. ഒന്ന് തിരിഞ്ഞേ. ശനിയാഴ്ച മദ്യപിക്കുന്ന എന്റെ ഒരു ശീലമാ. അത് ഇന്നും ഇന്നലെ തുടങ്ങിയോന്ന്. 7 ശനി 2 ശനി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ മദ്യപാന ശനി ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുക. ശരിക്കും നാവിയുള്ളു. നന്നായിട്ടൊന്ന് വേർക്കട്ടെ. അങ്ങോട്ട് കുടിച്ചേ. വേണ്ട. വിഷമൊന്നുമല്ല, ചുക്കും കുരുമുളകും കൂടിയിട്ട കാപ്പിയാ. ഒറ്റ വലിക്ക് കുടിച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി കൊണ്ടേ ശരിക്കൊന്ന് വേർത്ത് കഴിഞ്ഞാൽ പനി പമ്പ കിടക്കും. എന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. അടുത്ത മദ്യപാന ശനി വരുമ്പോ എഴുന്നേറ്റ് നടക്കണ്ടേ. അങ്ങോട്ട് വാങ്ങിക്ക്. ആഹാ, എഴുന്നേറ്റോ? എങ്ങോട്ടാ പുറപ്പാട്? അത്താഴത്തിന്റെ ആണോ? എന്റെ ഈ ചില്ലറയില്ല. ഉണ്ണാൻ വരുമ്പോ തന്നാ മതി. ഊണിനുള്ള അല്ല, വിസിട്ടാവ് പിടിച്ചതിനും ചുക്ക് കാപ്പിക്കും. അതിനാണോ? അതിന് ഇത്രയൊന്നും വേണ്ട. ഇന്നലെ മുറി കഴുകി തുടച്ചെന്ന് പറഞ്ഞില്ലേ, അതിനും പിന്നെ ട്രീറ്റ് ചെയ്യാനുള്ള നേഴ്സിംഗ് ഫീസ് എല്ലാം കൂടെ ചേർത്താ. കഷ്ടം തന്നെയാ നിങ്ങളുടെയൊക്കെ കാര്യം. എന്തിനാ അവരോട് ഇങ്ങനെ? സത്യം പറഞ്ഞാ എനിക്കും വിഷമം തോന്നി. പിന്നെ ആലോചിച്ച് നോക്കിയപ്പോ ജോലി ചെയ്താൽ അതിനുള്ള കൂലി, അതിലെന്താ കുഴപ്പം? തമ്പിസാറിന്റെ സ്വഭാവം പകർന്നു തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഈ കാടവും കടപ്പാടും എന്നൊക്കെ പറഞ്ഞ വെറുതെ. രൊക്കം പണം, അതാ നല്ലത്. ആരും അവകാശം പറയില്ലല്ലോ. രാജേട്ടനും ജുറാസിക്കായി തുടങ്ങി. അല്ല, തറവാട് വെക്കാൻ പോവാന്ന് കേട്ടു. അപ്പൊ നിങ്ങൾ 3 ആരോട് താമസിക്കും? ഒരാഴ്ച ഹരിയേട്ടന്റെ കൂടെ ചങ്ങനാശ്ശേരിയില്, പിന്നെ ഒരാഴ്ച ഗോപിയേട്ടന്റെ കൂടെ കടുത്തുരുത്തിയില്. അപ്പോ തെക്കോട്ടും വടക്കോട്ടും യാത്ര ചെയ്യാനല്ലേ സമയം ഉണ്ടാവും. രാധിക്കുന്ന ഹോസ്റ്റലിൽ നിന്നൂടെ? എന്തായാലും ഇക്കൊല്ലം കൂടിയല്ലേ ഉള്ളൂ. എന്താ ഡിഗ്രിക്കൊന്നും എന്നെ വിടുമെന്ന് തോന്നണില്ല. മിക്കവാറും ഞാനും ഇക്കൊല്ലം കൂടെ ഉണ്ടാവും. ഒരു ജോലിക്കാരി ശരിയായി വരുന്നുണ്ട്. കൽക്കട്ടയിലാ. കൽക്കട്ടയിലോ? ആ, കിട്ടിയാ ഭാഗ്യം. ഇവിടം വിട്ടു പോകാൻ വിഷമം തോന്നണില്ലേ? വിഷമോ? എന്തിന്? എവിടെയായാലും എനിക്കൊരുപോലെ. സ്വന്തം ബന്ധമുള്ളവർക്കല്ലേ വിഷമിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോ ചടങ്ങ് ആരംഭിക്കാം അല്ലേ പാർവതി? ക്രമം അനുസരിച്ച് ആയിക്കളയാം. ദാ
ആദ്യം ബാലനും സുമിത്രയും വന്നോളൂ. എപ്പോഴാ ആവശ്യം വെച്ചാ അപ്പൊ തിരിച്ചു വരുമല്ലോ അല്ലേ? അച്ഛന് ഞങ്ങളെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലേ പിന്നെ തരുവോ? 50,000 ഉണ്ട്. അടുത്ത ആള് വന്നോളൂ. ഞങ്ങളാണോ അച്ഛാ? ക്രമം അനുസരിച്ച് ആദ്യം പറഞ്ഞില്ലേ? ഓ, അപ്പോ മാസം 500 ഉറുപ്പിക വെച്ച്. മറക്കില്ല. അത് അച്ഛന്റെ പേര് ബാങ്കിൽ ഇട്ടിട്ടേ വീടിന്റെ പടി ഞാൻ കയറൂ. ഓക്കെ ഓക്കെ. നിന്നെ എന്താ ഇനി പ്രത്യേകം വിളിക്കണോ? അല്ല, ഞങ്ങൾക്ക് നിങ്ങൾക്കുള്ളതും ഉണ്ട്. വാ, ഇത് ഈ വീടിന്റെ ആധാരമാ. ഇത് നിന്റെ ഇഷ്ടം പോലെ വിനിയോഗിക്കാൻ സർവ്വ സ്വാതന്ത്ര്യവും അനുവദിച്ചിട്ടുള്ള അവകാശപത്രവും ഇതിനകത്തുണ്ട്. സന്തോഷമായോ? ഇനി രാധികയുടെ കാര്യമാ. മാസം 500 ഉറുപ്പിക വെച്ച്. എന്താ ഇത്? കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ, അവർക്കറിയില്ലേ? പറഞ്ഞേ ഉള്ളൂ. ഇനി അച്ഛന്റെ കയ്യിൽ ഒന്നും ബാക്കിയില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ഇനി മുത്തച്ഛൻ്റെതായിട്ട് ഇതേ ബാക്കിയുള്ളൂ. ആർക്കാ വേണ്ട വെച്ചാ എടുക്കാം. ഉണ്ടാക്കല്ലേ? ഉണ്ണിക്കുട്ടനല്ലേ ചെറിയ കുട്ടി, അവന് കൊടുക്കാം. എന്താ ഉണ്ണിക്കുട്ടൻ എത്രയും വലിയ ബാഗ്? വലുതാവുമ്പോ മുത്തച്ഛനെ പോലെ ജോലിക്ക് പോവാനാ. അപ്പോ 30 വർഷത്തെ സമ്പാദ്യങ്ങളൊക്കെ പങ്കിട്ടു. ഇനി അത് ഇരട്ടിക്കിരട്ടി ആക്കിയില്ലേലും കളയാതെ സൂക്ഷിക്കുക. ഈശ്വരാ, ഇതിൽ കയറ്. നമുക്ക് പോവാൻ കാറില്ലേ? ആ മക്കള് കുഞ്ഞമ്മാന്റെ കാറിൽ കയറി. അത് വേണ്ട ബാലേട്ടാ, ഞാൻ പറയണ കേക്ക്. ആ ശരി ശരി, പോവാം. ഇതൊക്കെ ഈ വണ്ടിയിലോട്ട് കയറ്റിക്കേ. പെട്ടെന്ന് പെട്ടെന്ന്. അച്ഛനെന്തി? അപ്പുറത്തുണ്ട്. നീ ഒരു ദീപം കിട്ടിയില്ല എന്ന് വരും, ഓർക്കണം. അച്ഛനോടും അമ്മയോടും യാത്ര പറയായിരുന്നു. അവരെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തനിക്ക് എന്നോടൊന്ന് ആലോചിക്കാമായിരുന്നു. ആലോചിച്ചാൽ താൻ എന്തേലും കൊലസ്റ്റ് പറയും, അതുകൊണ്ടാ പറയാഞ്ഞേ. ഒക്കെ പാർവതിയുടെ തീരുമാനാ. ഇനിയുള്ള കാലം ആൽത്തറയിൽ വെച്ച് കൂടാന്ന് പറഞ്ഞിട്ട് മേനോനിപ്പോ ഞങ്ങളെ വിട്ടു പോവല്ലേ? ഇടയ്ക്ക് വരാലോ. എനിക്കിനി വേറെന്താ പണി? അമ്മയെ കാണാനില്ല. മുറിയിലൊക്കെ നോക്കി, അവിടെ എങ്ങുമില്ല. പാറുട്ടിയെ, അമ്മേ 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 പാറുട്ടിയെ അമ്മേ, കണ്ടോ? പാറുട്ടിയെ, അമ്മേ അമ്മേ, അമ്മേ. അമ്മേ, അവിടെ എങ്ങാനുണ്ടോ? ഇല്ല. എന്റെ ഭഗവതി, നമുക്ക് ആ മുറി കിട്ടോ? അമ്മേ, അമ്മേ, കണ്ടില്ല. പാറുട്ടിയെ, അമ്മേ. പാറുട്ടിയെ, പാർവതി, പാർവതി. പേടിപ്പിച്ച് കളഞ്ഞൂലോ താൻ. എന്തു പറ്റി തനിക്ക്? വിട്ടു പോകാൻ പറ്റണില്ല. അത് കൊള്ളാം.
ഒക്കെ തീരുമാനിച്ചിട്ട് ഇതിപ്പോ നമ്മുടെ വീടല്ല, പോയേ പറ്റൂ. വരിക, വാ. വരിക. വാ വരൂ. എന്തിനാ കരയണേ? നമ്മള് വനവാസത്തിനൊന്നും അല്ലല്ലോ പോണേ, മക്കളുടെ വീട്ടിലേക്കല്ലേ, അല്ലേ നമ്പി? എടോ, ഒന്നിനു പകരം നമുക്കിപ്പോ 2 വീടാ. കണ്ണു തുടക്കേ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ സന്തോഷത്തോടെ ചിരിച്ചോണ്ട് വേണ്ടേ ഇറങ്ങാൻ? കണ്ണീര് തുടക്കേ. മനുഷ്യന്റെ ഓരോ സ്വഭാവങ്ങളെ. ഞാനില്ലടോ തന്റെ കൂടെ.